ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയ OTT റിലീസിറക്കുന്ന സിനിമകളും സീരീസുകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസിലാണ് നോക്കാം. അത് നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കുന്ന സിനിമകളും സീരീസുകളൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ സൂരി ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പ്രധാന വേഷം കൈവച്ച ഒരു റൊമാൻറ്റിക് ഡ്രാമ ബാത്ത്മൺ സിനിമയായിരുന്നു മാമൻ എന്ന സിനിമയുടെ OTT സ്വന്തമാക്കി C5 ആണ്. C5 വഴി സിനിമ രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കാൻ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അടുത്തൊരു കോമഡി ഡ്രാമ ബാത്ത്മൺ ഒരു മലയാളം മൂവിയാണ്. ഏത് നേരത്താണാവോ എന്ന സിനിമയുടെ സിനിമ മനോർ മാക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കാൻ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു തെലുങ്ക് സീരീസ് ആണ്, ഒരു റൊമാൻറ്റിക് ത്രില്ലർ ബാത്ത്മൺ തെലുങ്ക് സീരീസ് ആണ്. അറേബ്യ കാതലി സീരീസ് ആമസോൺ പ്രൈം വഴി രാത്രി 12 മണിക്ക് ശേഷം തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷയിലായിട്ട് OTT റിലീസിറക്കുന്ന നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി. അടുത്ത നമ്മുടെ ടോവിനോ തോമസ്, സൗബിൻ സാഹിർ, ഭാവന എന്നിവരൊക്കെ പ്രധാന വേഷം കൈവച്ച ഒരു റൊമാൻറ്റിക് ഫാൻറ്റസി ത്രില്ലർ ബാത്ത്മൺ സിനിമയായിരുന്നു നടിഗർ എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയ സൈന പ്ലേയാണ്. സൈന പ്ലേ വഴി സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് നാളെ വൈകുന്നേരം 5 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിലായിട്ട് OTT റിലീസിറക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ബാത്ത്മൺ ഒരു തമിഴ് മൂവിയാണ് യാദു മറിയ എന്ന സിനിമയുടെ സിനിമ ആഹത് തമിഴ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു റൊമാൻറ്റിക് ഡ്രാമ ബാത്ത്മൺ ഒരു തമിഴ് മൂവിയാണ് ഹിബുള്ളി കട്ട് എന്ന സിനിമയുടെ സിനിമ സൺനെക്സ്റ്റ് വഴി രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കുന്ന നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു പൊളിറ്റിക്കൽ ത്രില്ലർ ബാത്ത്മൺ ഒരു ഹിന്ദി സീരീസ് ആണ് സലാക്കർ എന്ന സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി രാത്രി 12 മണിക്ക് ശേഷം മലയാളത്തിൽ പുറമെ മറ്റു പാന്തി ഭാഷയായിട്ട് റിലീസിറക്കുന്ന നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസാണ് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസിറക്കുന്ന സിനിമകളും സീരീസുകളായിട്ടുള്ളത്. ഇനി ഏറ്റവും പുതുതായിട്ട് OTT റിലീസിറക്കുന്ന സിനിമകളും സീരീസുകളൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളയ്ക്കൊന്ന് പ്രധാന വേഷം കൈകാച്ചത് ഒരു മിസ്ട്രി ത്രില്ലർ ബാത്ത്മൺ സിനിമയായിരുന്നു ID ദ ഫേക്ക് എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് സൈന പ്ലേ ആണ്. സൈന പ്ലേ ഒരു സിനിമ റിലീസ് നോക്കി കഴിഞ്ഞാൽ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് മാസം സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് നമ്മുടെ ദിലീഷ് പോത്രം പ്രധാന വേഷം കൈകാച്ചത് ഒരു കോമഡി ഡ്രാമ ബാത്ത്മൺ സിനിമയായിരുന്നു മനസ വാജ എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് മനോർ മാക്സ് ആണ്. മനോർ മാക്സിന്റെ ഭാഗത്ത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒരു പുറത്തുവിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 9-ാം തീയതി മനോർ മാക്സ് ഒരു സിനിമ റിലീസ് ഇറക്കുന്നത് നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത് നമ്മുടെ അനശ്വര രാജൻ, മല്ലിക സുകുമാരൻ്റെ ഒക്കെ പ്രധാന വേഷം കൈകാച്ചത് തിയേറ്ററിൽ ഒരു അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയ സിനിമയായിരുന്നു വെസ്ന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് മനോർ മാക്സ് ആണ്. മനോർ മാക്സിൻ്റെ ഭാഗത്ത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒരു പുറത്തുവിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി സ്വാതന്ത്ര്യദിന സ്പെഷ്യലായിട്ടാണ് സിനിമ റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തത് നമ്മുടെ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരനൊക്കെ പ്രധാന വേഷം കൈകാച്ചത് തിയേറ്ററിൽ ഒരു അത്യാവശ്യം മികച്ച കളക്ഷൻ നേടിയ സിനിമയായിരുന്നു JSK എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. C5 വഴി സിനിമ എന്ന് റിലീസ് നോക്കി കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി മലയാളം, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയായിട്ട് റിലീസ് ഇറക്കുന്നത് നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്ത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് നമ്മുടെ മമ്മൂക്ക, ഗോകുൽ സുരേഷ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാച്ചത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ബാത്ത്മൺ സിനിമയായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു എക്സ്പെക്റ്റ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 28-ാം തീയതി സിനിമ ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യപ്പെടുന്ന എക്സ്പെക്റ്റ് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ആവുന്നതാണ്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ ബാത്ത്മൺ തെലുങ്ക് സീരീസ് ആണ് കോൺസ്റ്റബിൾ കനകം എന്ന സീരീസ് ആഹത് തെലുങ്ക് വഴി ഓഗസ്റ്റ് മാസം 14-ാം തീയതി റിലീസ് നടക്കുന്ന നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി. ഓക്കെ, അടുത്ത നമ്മുടെ വിനയ് പോട്ട്, സണ്ണി വെയിൻ, ലുക്മാൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാച്ചത് കോമഡി ഡ്രാമ ബാത്ത്മൺ സിനിമയായിരുന്നു പെരു മാനി എന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് സൈന പ്ലേ ആണ്. സൈന പ്ലേ ഭാഗത്ത് കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഈ ഓഗസ്റ്റ് മാസം സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്ന് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അടുത്ത് ഒരു ത്രില്ലർ ബാത്ത്മൺ ഒരു മലയാളം മൂവിയാണ് ശാന്തമി രാത്രിയിൽ നാല് സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്ന മനോർ മാക്സ് ആണ്. മനോർ മാക്സിൻ്റെ ഭാഗത്ത് കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും ഒരു പുറത്തുവിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഒരു റൊമാൻറ്റിക് ഡ്രാമ ബാത്ത്മൺ ഒരു മലയാളം മൂവി തന്നെയാണ്
കഥ പറഞ്ഞ കഥ എന്ന സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് തന്നെയാണ്. മനോരമ മാക്സിൻ്റെ ഭാഗത്ത് കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും ഒരു പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് മാസം സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അടുത്ത നമ്മുടെ സ്വാസിക വിജയൊക്കെ പ്രധാന വേഷം കാണിച്ച ഒരു ഡ്രാമ ബാത്ത്വേഡ് സിനിമയായിരുന്നു വാസന്തി എന്ന സിനിമയുടെ പേര്. സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത് മനോരമ മാക്സ് തന്നെയാണ്. ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കിലേക്ക് സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് മാസം 7-ാം തീയതിയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT റിലീസ് ഇറക്കുന്ന സിനിമകളും സീരീസുകളും ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ഇറക്കുന്ന സിനിമകളും സീരീസുകളിലെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി ഒബ്സർവ്. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നു, കാണാത്തവരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിന് വേണ്ടി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.